ഇടയത്താഴ സമയം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് പറയുന്നു. ഇത് ശരിയാണോ? സുഗന്ധം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഗന്ധം ഒഴിവാക്കിയിട്ട് ഇസ്ലാം ഒരു കാര്യവും പറയണില്ല. ചുരുക്കത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മയ്യത്തിൻ്റെ കഫം പുടവയുടെ മുകളിൽ പോലും നല്ല സുഗന്ധം പുരട്ടണമെന്നാണ്. ഈ അടുത്ത് നിങ്ങളൊരു വാട്സപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. കഅബാലയത്തെ സുഗന്ധം കൊണ്ട് കഴുകുന്നത്. അത് വളരെ വിലപിടിപ്പുള്ള ഊദിൻ്റെ സുഗന്ധമാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. നമുക്കൊന്നും അതൊന്നും തൊട്ടു നോക്കാൻ പോലും നമുക്കത് വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല. അത്രയ്ക്ക് വിലപിടിപ്പുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കഅബ എന്ന ഗേഹത്തെ കഴുകുകയാണ് അറബികൾ. സുഗന്ധത്തിന് അത്ര സ്ഥാനം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ 3 കാര്യം എൻ്റെ കണ്ണിന് കുളിർമയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി നബി തങ്ങൾ പറഞ്ഞത് അത്തീബു, സുഗന്ധം എന്നാണ്. സുഗന്ധം ഉപയോഗിക്കുന്നവൻ്റെ ദുഃഖം അള്ളാഹു മാറ്റിക്കൊടുക്കും, അവൻ്റെ ബുദ്ധി അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും എന്നൊക്കെയാണ്. ഇരിക്കട്ടെ, അപ്പോൾ നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ പകലിൽ നോമ്പ് സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുഗന്ധം പോലും ആസ്വദിച്ച് അകത്തേക്ക് കടക്കണ്ട, അത്രയ്ക്ക് സൂക്ഷ്മത ഒരു നോമ്പുകാരന് ഉണ്ടാകട്ടെ എന്നാണ്. എന്നാൽ അത്താഴത്തിൻ്റെ സമയത്ത് ഒരു നോമ്പുകാരൻ സുഗന്ധം പുരട്ടൽ സുന്നത്താണ്. അത്താഴം സുന്നത്താണ്. അതിന് സുന്നത്ത് റമദാനിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 70 ഇരട്ടി കൂലി കിട്ടും. ഈ നോമ്പുകാരന് അത്താഴം കഴിക്കണ സമയത്ത് ഒരല്പം സുഗന്ധം ഇങ്ങനെ പുരട്ടൽ സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്താൽ വലിയ കൂലി അള്ളാഹു നമുക്ക് തരും. അപ്പോൾ ഒരല്പം അത്ര, അതിൻ്റെ ഒരു സുഗന്ധം സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോഴും ളുഹറിന് പോകുമ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല. പകൽ സമയത്ത് നമ്മൾ പുരട്ടാതിരുന്നാൽ മാത്രം മതി.